ഓപ്പറേഷൻ സിന്ദൂർ വെറും ഷോ ഓഫ് ഒന്നും നടന്നിട്ടില്ല. 4 വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നു, അത്രമാത്രം. നുഴഞ്ഞു കയറി വന്ന ആക്രമണം നടത്തിയ ഭീകരർ ആരാണ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വളരെയധികം രീതിയിൽ വിവാദമായിക്കൊണ്ട് നിൽക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് കോൺഗ്രസ് MLA ആയിട്ടുള്ള കർണാടക കോൺഗ്രസ് MLA ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, കോതൂർ ജി മഞ്ജുനാഥ്. അദ്ദേഹം കർണാടകയിലെ കോൺഗ്രസ് MLA ആണ്. അദ്ദേഹം ഇപ്പോൾ ഭയങ്കരധികം രീതിയിൽ ചോദിച്ചിരിക്കുന്നത് വെറുതെ ഒരു ഷോ ഓഫ് മാത്രമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ 15 ദിവസത്തോളം വളരെയധികം കാത്തിരുന്ന് പ്ലാൻ ചെയ്ത് തിരിച്ചടി നൽകിയ ഒരെണ്ണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അതും ഒരു ഭീകരവാദികൾക്ക് എതിരെ മാത്രം, അതായത് പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരെയോ അല്ലെങ്കിൽ സൈനികരെയോ മുൻനിർത്തിയല്ല ഇന്ത്യ ഇങ്ങനെയൊരു നീക്കം മുന്നോട്ട് വെച്ചത്. ഭീകരവാദത്തിനെതിരെ മാത്രമായിരുന്നു ഇന്ത്യയുടെ ഒരു നീക്കം. ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ പറഞ്ഞ ഇദ്ദേഹം ഇത്രയും ദിവസം ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നോ എന്നതാണ്, അല്ലെ? അപ്പൊ ഇത്രയും ഒരു വലിയ കാര്യങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പുറകിൽ ഉണ്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇത്രയും ദിവസമായിട്ട് ഇദ്ദേഹം അറിഞ്ഞിരുന്നില്ലേ? എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അതിന് ഇത്ര നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമാണോ ഇത്? അദ്ദേഹം പറയുന്നത് ഇതെല്ലാം വെറും ഷോ ഓഫ് ആണ്. എന്തിനാ നമുക്ക് ഇങ്ങനെ ഷോ ഓഫ് കാണിക്കേണ്ട കാര്യം? കാരണം നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് അവരെ ഷോ ഓഫ് കാണിക്കേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ 15 ദിവസം നമ്മൾ ഇന്ത്യ ഒന്നും ചെയ്യാതിരുന്നപ്പോൾ നമ്മൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയി, എന്തെങ്കിലും ചെയ്യണം, ശക്തമായിട്ട് തന്നെ തിരിച്ചടിക്കണം, അത്തരത്തിലെല്ലാം പറഞ്ഞവരാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾ. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ വളരെ കുറഞ്ഞു പോയി എന്ന് പറയുന്നവർ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇനിയും ശക്തമായിട്ട് അവർക്ക് തിരിച്ചടിക്കണം, അല്ലെങ്കിൽ ഭീകരവാദികൾ അല്ലെങ്കിൽ ഈ ഒരു ഭീകരവാദികളെല്ലാം തന്നെ ഇല്ലാതാക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്.